ഇന്ത്യാൻമേൻ എന്ന് പറയുമ്പോൾ 99 നിൽക്കുകയെന്ന് വെച്ചാൽ ലോകത്ത് എവിടെ പോയാലും മലയാളികൾ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഏത് മേഖലയിൽ പോയാലും ഒരു ക്രിക്കറ്റ് ഭ്രാന്തൻ ഉണ്ടാവും. ക്രിക്കറ്റ് ഭ്രാന്തുള്ള സിനിമാ താരങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് വെറുമൊരു ക്രിക്കറ്റ് ഭ്രാന്തല്ല, ക്രിക്കറ്റിന്റെ എൻസൈക്ലോപീഡിയ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സിനിമാ സീരിയൽ താരം മുകുന്ദൻ മേനോൻ. ക്രിക്കറ്റ് ഭ്രാന്തനായ ഒരു മുകുന്ദനെ നമുക്ക് ആർക്കും പരിചയമില്ല. എന്റെ സുഹൃത്തുക്കൾക്ക് ഇവർ അറിയാം എന്റെ ഭ്രാന്താണ്. 1983 തന്നെ ആ മാജിക്കൽ നമ്പറാണ് ശരിക്കും പറയുന്നത് എന്നെ ക്രിക്കറ്റ് ഭ്രാന്തനാക്കി. സച്ചിനെ അവിടെ സച്ചിൻ അല്ല, വിരാട്ടാണ് കീ. ക്രിക്കറ്റിനോടുള്ള അഭിരുചിയും വേറിട്ട വിഭവങ്ങളുടെ നല്ല രുചികളും സമന്വയിക്കുന്ന ഇമ്പീരിയൽ കിച്ചണിൽ ക്രിക്കറ്റ് ഓർമ്മകളുമായി എത്തുകയാണ് നമ്മുടെ പ്രിയ താരം. ഒന്നുട്ടാ, ക്രിക്കറ്റ് ടീമിൽ ഒരു റെസ്റ്റോറൻറ്റ് ഇരുന്നാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ചേട്ടൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായി കഴിക്കാനായിട്ട് വന്നു, ക്രിക്കറ്റിൻ്റെ ടീമിലുള്ള റെസ്റ്റോറൻറ്റിൽ കയറുന്നു. എന്ത് തോന്നുന്നു ഈ ക്രിക്കറ്റ് ടീമിലുള്ള ഈ ഒരു ഫ്ലോറിനെ പറ്റിയിട്ട്? അല്ല, ശരിക്ക് ഞാനിത് എന്നെ സംബന്ധിച്ച് ഭയങ്കര അത്ഭുതപ്പെടുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ ട്രിവാൻഡ്രത്ത് ഇങ്ങനൊരു ഇതുണ്ട് എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും വിശാലമായൊരു അല്ലെങ്കിൽ ഇത്രയും ഭംഗിയായിട്ടുള്ളൊരു ഫ്ലോർ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനിവിടെ വരണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല. പലപ്പോഴും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ ക്രിക്കറ്റിനുള്ളൊരു ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ, ആഫ്റ്റർ ഓൾ ഇതൊരു ഭക്ഷണത്തിന് കഴിക്കാനുള്ള സ്ഥലമല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ചില്ല. പക്ഷേ ഇത് വന്നപ്പോഴാണ് ഞാനതിലൊരു ആംബിയൻസ് ഭയങ്കര ഡിഫറെൻ്റാണ്. നമുക്കൊരു പ്രത്യേകിച്ച് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന, ക്രിക്കറ്റ് ഭ്രാന്ത് തലയിൽ കയറിയിരിക്കുന്ന ഇപ്പോൾ നമ്മളെപ്പോലുള്ള ഒരാൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വേറൊരു ഫീലിംഗ് ആണ് ഇവിടെ. പേര് തന്നെ യോർക്ക്ഷയർ ക്രിക്കറ്റ് ക്ലബ് എന്നാണ്. അതെ. നമ്മളീ പറയും ഈ ലോകത്ത് എവിടെ പോയാലും മലയാളികൾ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഏത് മേഖലയിൽ പോയാലും ഒരു ക്രിക്കറ്റ് ഭ്രാന്തൻ ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. 100%. 100% അതിൽ കൂടുതൽ പറയാം. ചേട്ടൻ ആക്ടിങ്ങിനിടയിൽ ക്രിക്കറ്റിനോട് ഇങ്ങനെ ഒരു പാഷനേറ്റ് ആവുന്നത് എങ്ങനെയാണ്, എവിടെയാണ് അതിൻ്റെ ഒരു തുടക്കമൊക്കെ? ശരിക്കും ഞാൻ കുഞ്ഞുനാൾ തൊട്ടേ സ്പോർട്സിനോടൊക്കെ താല്പര്യമുള്ള ഒരാളായിരുന്നു. പക്ഷേ അന്ന് ഇന്ത്യക്ക് നമുക്കൊരു ക്രിക്കറ്റിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ഒന്ന് അഭിമാനത്തോടെ പറയാവുന്ന നിമിഷങ്ങളൊന്നും എൻ്റെ കുഞ്ഞുകാലത്ത് ഉണ്ടായിരുന്നില്ല. അന്നൊരു ഹോക്കിയൊക്കെയാണ് ഇന്ത്യ കുറച്ചുകൂടി പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന. ഇന്ത്യക്കുള്ളൊരു ഹോക്കിയിലൊക്കെയാണ് പലപ്പോഴും ചാമ്പ്യൻഷിപ്പൊക്കെ കിട്ടിയിട്ടുള്ളത്. അല്ല, ക്രിക്കറ്റിലൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് വൈറ്റ് ആൻഡ് വൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ പാടത്ത് നമ്മുടെ എൽഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കാണാം ഇവരിങ്ങനെ ഈ രാവിലെ തൊട്ടേ കളി തുടങ്ങിയിട്ടുണ്ടാവും, വൈകിട്ട് വരെ കളിയാണ്. അപ്പം നമ്മളന്ന് ഇവന്മാർ കിറുക്കന്മാരെ കളി എന്നാണ് പറയുന്നത് ക്രിക്കറ്റ്. അതുകൊണ്ടായിരിക്കും ആ പേര് വന്നിരിക്കുന്നത്, കിറുക്കന്മാരെ കളി. കാരണം ഈ വെയിലും കൊണ്ട് തൊപ്പിയിട്ട് വെയിലും കൊണ്ട് ഇവർ രാവിലെ തൊട്ടിട്ട് വൈകിട്ട് വരെ കളിക്കുന്നു. അപ്പം നമ്മൾ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. അതിനോടൊക്കെ പോകുമ്പോഴൊക്കെ ഈ പാടവരമ്പത്തൂടെയൊക്കെ പോകുമ്പോൾ ഈ വയലിൽ കളിക്കുന്ന ക്രിക്കറ്റിനെ കാണുന്നതല്ലാതെ അതൊരു ഗെയിമായിട്ട് നമുക്ക് തോന്നിയില്ല. നമ്മളെപ്പോഴും സ്പോർട്സ് കോളം നോക്കുന്ന, പണ്ട് തൊട്ടേ പത്രം വായിക്കുമ്പോൾ ഞാൻ സ്പോർട്സ് കോളാണ് ആദ്യം നോക്കുന്നത്. പത്രം തിരിച്ച് പിടിച്ചിട്ട് സ്പോർട്സ് കോളാണ് കാണിക്കുന്നത്. അപ്പോൾ അന്ന് ക്രിക്കറ്റിനെ കുറിച്ചുള്ള ന്യൂസുകൾ ഇങ്ങനെ വരും. അങ്ങനെ ഗാവസ്കർ സെഞ്ചുറി അടിച്ചു, അല്ലെങ്കിൽ അന്നത്തെ ഇപ്പോൾ ചേതൻ ചൗഹാൻ ഇത്ര 98 നോട്ട് ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല ഇങ്ങനെ വാർത്തകൾ വരാറുണ്ട്. പക്ഷേ അപ്പോൾ നമുക്കത് ആരൊക്കെയോ ആൾക്കാർ എന്ന് വിചാരിച്ചുള്ളൂ. പിന്നെ ഇതിനൊരു ശരിക്കും പറയാച്ചാൽ ഞാൻ ആ ക്രിക്കറ്റിൻ്റെ ഒരു ക്രിക്കറ്റ് എന്നിലേക്ക് ഭ്രാന്തമായിട്ട് എന്നിലേക്ക് ആ ക്രിക്കറ്റ് എന്ന കളി ആവേശിച്ചത് എന്നാന്ന് വെച്ചാൽ കറക്റ്റ് പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ, അത് 1983 വേൾഡ് കപ്പ് നടക്കുമ്പോഴാണ്. 1983 വേൾഡ് കപ്പ് ആയപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം കളിയെക്കുറിച്ചൊക്കെ അറിയാമെന്നുള്ള ലെവലിൽ വന്നു. നമ്മൾ കളിച്ചു തുടങ്ങിയിട്ടില്ല, പക്ഷേ കളിയെക്കുറിച്ചൊക്കെ അറിയാം, അത്യാവശ്യം നമുക്ക് എൻ്റെ റൂൾസൊക്കെ അറിയാം. ആ ഒരു അവസ്ഥയിലേക്ക് വന്നത്. ഇതെല്ലാം വായിച്ചാണ് ഉണ്ടാകുന്നത്. അന്ന് കളി കാണാനുള്ള അവസരമില്ല. ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ കമൻട്രി ആക്കാനേ പറ്റുള്ളൂ. ചേട്ടനിപ്പോൾ പ്രായം കോളേജിൽ പഠിക്കുന്ന കാലത്ത്, അതായത് 1983 വേൾഡ് കപ്പ് ഫസ്റ്റ് ഇന്ത്യക്ക് വേൾഡ് കപ്പ് കിട്ടുന്ന കാലഘട്ടം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ല, അതിന് മുമ്പെന്നും നമ്മുടെ ആ പഴയ കാലത്ത് അന്ന് തൊട്ടേ വായിച്ചു തുടങ്ങിയത്. അതായത് പഴയ ഒരു സ്പിൻ ത്രയം എന്നൊക്കെ പറയുന്നത് ബിഷൻ സിംഗ് ബേദി, ചന്ദ്രശേഖര, പിന്നെ പ്രസന്ന, വെങ്കട്ടരാഘവൻ, ഇങ്ങനൊരു കാലഘട്ടത്തിൽ, അതായത് ഇന്ത്യ എന്ന് പറയുന്നത് സ്പിൻ പിച്ചുകളുടെ ഒരു പറുദീസയായിട്ടുള്ള ഒരു കാലഘട്ടം. കാരണം ഇവരാണ് ഓപ്പൺ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ, ഇന്നൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ഇടക്ക് ഇപ്പോൾ 70s അല്ലെ 80s 90s ഒന്നും അങ്ങനെ സ്പിൻ ബോളറൊന്നും ഓപ്പൺ ചെയ്യില്ല. ഇത് രണ്ട് എൻഡിലും സ്പിൻ ബോളറാണ് ഓപ്പൺ ചെയ്യുന്നത്. 50 ഓവറും സ്പിൻ ബോളേഴ്സ് അത് അവലേക്ക് വന്നു. പക്ഷേ അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അന്ന് ഈ ബിഷൻ സിംഗ് ബേദിയും ചന്ദ്രശേഖറും ഓപ്പണിങ്ങിൽ അപ്പുറം ബോൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ സ്പിന്നേഴ്സിന് മാത്രം വിക്കറ്റ് കിട്ടുന്ന അങ്ങനത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു ആ സമയത്ത്. അതായത് ഈ 80-ക്കൊക്കെ മുമ്പുള്ള കാലഘട്ടത്തിൽ വെങ്കട്ടരാഘവനെ കളിച്ചിരുന്ന കാലഘട്ടം. അപ്പോൾ നമ്മളിതൊക്കെ കാണുന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ കളിയിലേക്കുള്ളൊരു ആവേശം വരുന്നത് ശരിക്കും പറഞ്ഞാൽ ആ 83 ആയപ്പോഴേക്കും നമ്മൾ ചെറുതായിട്ട് കളിച്ചു തുടങ്ങി. പിന്നെ അത് കോളേജിൽ കയറിയപ്പോൾ കോളേജ് കാലഘട്ടം ആയപ്പോഴേക്കും കോളേജ് ടീമിലൊക്കെ കയറി. അപ്പോൾ 83 എന്ന് പറഞ്ഞാൽ 1983 എന്ന് പറഞ്ഞാൽ ആ മാജിക്കൽ നമ്പറാണ് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ എന്നെ ക്രിക്കറ്റ് ഭ്രാന്തനാക്കിയത്.
അപ്പോൾ എന്നോട് എപ്പോഴും വീട്ടിൽ നിന്നൊക്കെ അമ്മ ചോദിക്കാറ്, ഞാൻ ഉച്ചത്തെ ഷിഫ്റ്റിലുള്ള ആളാണ്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന അമ്മയാണ്. ഉച്ചത്തെ ഷിഫ്റ്റ് ഉച്ച ഷിഫ്റ്റാണ്, 2 ഷിഫ്റ്റാണ്. അപ്പോൾ കോളേജിൽ പോകുമ്പോൾ ഞാൻ വിട്ടിട്ട് പോകുന്ന ഡ്രസ്സ് ഒരിക്കലും തിരിച്ചു വരുമ്പോഴും വളരെ വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ അന്നോട്ടെ വളരെ അയണൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ പോകുന്നൊരു അന്നത്തെ ചെറുപ്പത്തിലെ അങ്ങനെ ഒരു ശീലമുള്ള ആളാണ്. അപ്പോൾ ഞാൻ പോയി തിരിച്ചു വരുമ്പോൾ ഈ പാൻറ്റും ഷർട്ടിനൊന്നും യാതൊരു കേടും ഉണ്ടാവില്ല, വളരെ വൃത്തിയായിട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടാവും. അപ്പം ചോദിക്കും, നീ എന്താ അവിടെ ഭയങ്കര വൃത്തിയായിട്ടാണ് നടക്കുന്നതെന്ന്. സംഭവം അതല്ല, അത് ഞാൻ അപ്പോഴേക്ക് കോളേജ് ടീമിൽ എനിക്ക് എൻട്രി കിട്ടിയിട്ടുണ്ട്. ഞാൻ കോളേജ് ടീമിൻ്റെ ഒരു ഭാഗമാണ്, ടീമിലെ കളിക്കാരനാണ്, ഒരു ഓൾറൗണ്ടറാണ്, ബോളിങ് ചെയ്യും ബാറ്റിങ് ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ രാവിലെ ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ നേരെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ റൂം, അത് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഒരു ഗവൺമെൻറ് കോളേജാണ്. അപ്പം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ റൂം പോയിട്ട് ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ടീഷർട്ടും വൈറ്റ് ഇത് ഇട്ട് അങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മറ്റേ ഡ്രസ്സ് അവിടെ ഉപയോഗിച്ചിരിക്കുക, അത് ഉപയോഗമില്ല. അത് പിന്നെ ഈ കളി കഴിഞ്ഞ് തിരിച്ചു പോകാൻ കയ്യും കാലം കഴിയുന്ന ശേഷം വീണ്ടും അത് എടുത്തിടുകയാണ്. അപ്പോൾ അതിൽ കേടുവരുന്നില്ല. അന്ന് തൊട്ട് കളി തുടങ്ങിയതാണ്. കളി തുടങ്ങിയെന്ന് പറഞ്ഞാൽ കളി പിന്നെ അത് കൂടെ ആ കളിയെ നമ്മൾക്കൊരു ആവേശമായി, അല്ലെങ്കിൽ ഈ ഭ്രാന്ത് എന്നൊക്കെ പറയാം ശരിക്കും പറയാച്ചാൽ. അതായത് ക്രിക്കറ്റ്, അതായത് വേറെ ഒരു പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും, ക്രിക്കറ്റിൽ ശരിക്ക് ശക്തമായ ഒരു ആവേശം കാണിച്ചിട്ടുള്ള ഒരു കളിഭ്രാന്തൻ ഒരിക്കലും അതിന് മാറില്ല. അയാൾ ഒരിക്കലും പിന്നെ ജീവിതകാലം മുഴുവൻ ഇത് കൊണ്ടു നടക്കും. മറ്റ് പല സ്പോർട്ടുകളും മാറിയിട്ടുണ്ട്, സ്പോർട്സ് പലതും മാറിയിട്ടുണ്ട് പലരും. ഫുട്ബോൾ കളിക്കുന്നവർ പിന്നീട് വേറെ മറ്റേ ബാഡ്മിൻ്റണിലേക്ക് മാറുക, അല്ലെങ്കിൽ ബാസ്കറ്റ് ബോളിലേക്ക് പോവുക, അങ്ങനെയൊക്കെ പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ആ 83 കാലഘട്ടത്തിലാണ് ഞാൻ ശരിക്ക് അതൊരു പീക്കായിട്ട് നമ്മളതിലേക്ക് അങ്ങ് കയറിക്കൂടിയത്. താങ്ക് യു. വിത്തൗട്ടാണ് എല്ലാവരും വിത്തൗട്ടിലാണ് പൊതുവെ, ചോദിക്കേണ്ട കാര്യമില്ല. വിത്തൗട്ടാണ് ശരിക്കും ഷുഗർ സപ്പോർട്ട്. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും കളി തുടങ്ങിയ ഒരു 83 തൊട്ടിട്ട്, 83 അല്ല, ഒരു 81 ഒക്കെ തൊട്ടിട്ട് കളി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കളി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പരിമിതമായ നമ്മുടെ ഒരു കഴിവും അറിവൊക്കെ വെച്ചുള്ള കളികളല്ലേ പറ്റും. പക്ഷേ അന്ന് നമുക്ക് TV ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ 1983 വേൾഡ് കപ്പ് ഞാൻ കണ്ടിട്ടില്ല, പിന്നീടാണത് റെക്കോർഡിങ് സാധനമാണ് കണ്ടില്ല. കാരണം അന്ന് ടെലിവിഷനിൽ നമുക്കിവിടെ കാണാൻ പറ്റില്ല. ചെന്നൈ പോലെ ടെലിവിഷനിൽ കാണാൻ പറ്റുള്ളൂ. ഓ അത് ശരി. നമ്മൾ വേൾഡ് കപ്പ് മറ്റേ ഈ ഹിന്ദി പഠിച്ച പോലും അങ്ങനെയാണ് ശരിക്കും പറയാച്ചാൽ. ഇതിൻ്റെ കമൻട്രി കേട്ടിട്ട് ഓക്കെ. ഇപ്പം നിന്യാൻമേ എന്ന് പറയുമ്പോൾ 99 നിൽക്കുകയാണ്, ഒരു റണ്ണും കൂടി എടുത്താൽ 100 ആവും. ഈ നമുക്കല്ലാതെ നമ്മൾ മറ്റേ ഹിന്ദി ഒന്നും നമുക്കറിയില്ല, പക്ഷെ ഇത് കേട്ട് കാരണം ഹിന്ദിയിലാണ് കമൻട്രി, ഇംഗ്ലീഷ് കമൻട്രി ഉണ്ട്, രണ്ടും ഉണ്ട്, മാറി വരും. പക്ഷെ കൂടുതൽ ഭൂരിപക്ഷം സമയവും ഹിന്ദിയിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ അന്ന് ക്രിക്കറ്റ് നമ്മളുടെ ഒരു ആവേശമായിട്ട് നമ്മളിലേക്ക് കൂടിയാണ്. ഞാൻ ഒരിക്കലും അത് കളിച്ച് ചിലപ്പോൾ മേ ബി അന്നത്തെ അവസരങ്ങളൊക്കെ അന്നുണ്ടായാലും ചിലപ്പോൾ കളിക്കാനൊക്കെ കൂടുതൽ സമയം കളിക്കാനൊക്കെ പറ്റുമായിരുന്നു. പക്ഷെ അന്നത് പിന്നെ നമ്മുടെ മേഖല മാറിപ്പോയി. അതാണ് മുകുന്ദൻ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ നമുക്ക് മലയാളികൾക്ക് എപ്പോഴും മനസ്സിൽ സ്ഥാനം നേടിയ ഒരാളാണ്. പക്ഷേ മുകുന്ദൻ്റെ ഒരു ക്രിക്കറ്റ് ഭ്രാന്ത്, അല്ലെങ്കിൽ ക്രിക്കറ്റ് ഭ്രാന്തനായ ഒരു മുകുന്ദനെ നമുക്ക് ആർക്കും പരിചയമില്ല. എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാം, എൻ്റെ ഭ്രാന്ത് അറിയാം. ഇന്ന് കളിയുണ്ടോ ചോദിച്ചാൽ അന്നൊക്കെ പണ്ടെങ്ങനെ വെച്ചാൽ, ഇപ്പോൾ ഞാൻ ജ്വാലയൊക്കെ ചെയ്യണ സമയത്ത് 2000-ലൊക്കെ ക്രിക്കറ്റ് ഉള്ള ദിവസങ്ങളിൽ, അതായത് ക്രിക്കറ്റിൻ്റെ അന്ന് പരിമിതമായിട്ടുള്ള മാച്ചസേ ഉള്ളൂ. ഇന്നത്തെ പോലെ നിറയെ കാണാനുള്ള അവസരങ്ങളില്ല. ഏതെങ്കിലും ഒരു പര്യടനം വന്നാൽ അതിൻ്റെ കുറച്ച് മാച്ചുകളുണ്ടാവും. അപ്പോൾ അന്നത്തെ വൺ ഡേ മാച്ചുകളേ ഉള്ളൂ. ഈ 2020 വന്നിട്ടില്ല. അപ്പോൾ അന്ന് വൺ ഡേ മാച്ച് എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ഷൂട്ടിംഗ് ഡേറ്റ് ഇല്ല, ഞാൻ ഫ്രീ അല്ല. എന്താണെന്നും നാളെ കളി ഉണ്ടാവുമായിരിക്കല്ലേ എന്ന് ചോദിക്കും. പക്ഷേ കളിയുള്ള ദിവസം നമ്മൾ ഡേറ്റ് കൊടുക്കില്ല. അങ്ങനെയായിരുന്നു അന്നത്തെ കാലഘട്ടം. സ്മാർട്ട് ഫോണൊന്നും ഇല്ല, നമുക്ക് കളി കാണാനോ അതിന് സ്കോർ അറിയാനൊന്നും വേറെ മാർഗ്ഗമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ദിവസം കളിക്കാം. അങ്ങനെയുള്ളൊരു ഭ്രാന്തുള്ള ആളായിരുന്നു. നമ്മൾ നേരത്തെ കൂട്ടി നമ്മൾ ഡേറ്റ് ഒക്കെ പറയുമ്പോൾ നോക്കി വയ്ക്കും. ഇതെല്ലാം കലണ്ടറിൽ പറഞ്ഞ പോലെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇന്ന ദിവസങ്ങളിലാണ് കളിയുള്ളത്, ഇന്ത്യയുടെ മാച്ച് എവിടെ, ആരൊക്കെ ആയിട്ടുള്ളതാണ് എല്ലാം. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ എന്താണ് കമന്ററി മാത്രം കേൾക്കുന്ന ഒരു സാഹചര്യമാണെന്ന് പറഞ്ഞല്ലോ. അത് 83 നമ്മളെ ഫസ്റ്റ് വേൾഡ് കപ്പ്. എന്നാൽ ഇവിടെ 84 അല്ലേ നമ്മുടെ ദൂരദർശനൊക്കെ വരുന്നത്. പക്ഷേ അപ്പോൾ കളി നേരിട്ട് കാണാനുള്ള ഒരു ഞങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ പോയി കാണാനുള്ള സാഹചര്യം. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ സ്റ്റേഡിയം വന്നു, നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ട്. അപ്പോൾ ചേട്ടൻ എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കളി കാണുക എന്നുള്ളത്? ശരിക്കും എല്ലാവർക്കും അതൊരു ഭയങ്കര ആവേശമാണ്. കളി കണ്ടുകൊണ്ട് ആൾക്കാർക്കിടയിൽ നിന്നുകൊണ്ട് കളി കാണുന്നത്, അതിന് ശരിക്കും രണ്ട് രീതിയിലാണ്. അത് 2 ആസ്വാദനമാണ്. അത് അത് നല്ല വേറെ രസമുള്ള ആസ്വാദനമാണ്. ഈ ആൾക്കാരോട് ഒന്നിച്ചിരുന്ന് ഭയങ്കര ബഹളത്തോടു കൂടി കളി കാണുകയും അതിൻ്റെ സ്പിരിറ്റ് പരസ്പരം പങ്കുവയ്ക്കുകയും അതിനൊക്കെ ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷെ ഞാൻ പലപ്പോഴും അതല്ലാതെ, അതായത് കളി ടെലിവിഷനിൽ ഇരുന്ന് കണ്ട് ഇതിൻ്റെ അസസ്മെൻറ്റോട് കൂടി, അതായത് ഇന്ന സമയത്തിനുള്ളിൽ ഇവർ ഇത്ര പാർട്ട്ണർഷിപ്പ് എടുക്കണം, ഇന്ന പാർട്ട്ണർഷിപ്പ്, ഇത് കളി ജയിപ്പിക്കണം, അതാണ് നമ്മുടെ ഒരു പ്രധാന സംഭവം. അപ്പോൾ ഇന്ന ആൾ അവിടെ അടിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾ അനാവശ്യമായ ഷോട്ട് കളിക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ റിട്ടേറ്റഡ് ആവും. ആ ഷോട്ട് കളിക്കേണ്ട കാര്യമില്ലപ്പോൾ. എന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ,
ഗ്രൗണ്ടിലിരിക്കുന്ന എല്ലാവരും ഇപ്പോഴത്തെ ഗാലറി നോക്കി ശ്രദ്ധിച്ചൊക്കെ അറിയാൻ പറ്റും. ഒരാൾ 6 അടിച്ചു, ഒരു ബാറ്റ്സ്മാൻ, ഉടനെ ഇമ്മീഡിയറ്റ് അടുത്തവും 6 അടിക്കണം, അല്ലെങ്കിൽ അടുത്തവും 6 അടിച്ചു, അപ്പം മൂന്നാമത്തെ 6 അടിക്കണം എന്നാണ് ഈ കാണികളായ നമ്മളുടെ ഒരു ആവേശം. അങ്ങനെയാണ് ശരിക്കും. പക്ഷെ അത് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. കാരണം വെച്ചാൽ 2 6 അവിടെ ഒരു 6 അടിച്ചു കഴിഞ്ഞാൽ ആ ഓവറിലേക്ക് നമുക്ക് ആവശ്യത്തിന് പിന്നെ നമുക്ക് സിംഗിൾസ് ഓടിയാൽ നമുക്ക് ആ ഓവർ കറക്റ്റായിട്ട് 10 റണ്ണോ 8 റണ്ണോ എടുക്കാം. അപ്പോൾ അവിടെ ഒരു അനാവശ്യ ഷോട്ടിന് പോയിട്ട് എല്ലാ ബോളുകളും ഓരോ തരത്തിലായിരിക്കില്ല. ആ ബോളർ ഇന്റലിജന്റ് ബോളറാണെങ്കിൽ അയാൾ വേറെ രീതിയിൽ സ്പീഡ് വേരിയേഷൻ നടത്തിയിട്ട് അയാളെ കൊടുക്കും. അത് നമ്മൾ മനസ്സിൽ കാണാനും ഈ ജനം കടന്നിട്ട് ബോളുണ്ടാക്കാണ് 6 6 6. അപ്പോൾ അനാവശ്യമായ ഈ കളിയുടെ വളരെ ഒരു നിർണായകമായ അവസരത്തിൽ ചില ആൾക്കാർക്ക് ഈ 6ന് വേണ്ടി ഭ്രാന്ത് പിടിക്കുന്ന കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. കാരണം ഇവനൊക്കെ വേറെ പണിയില്ല, ഇവന് എന്തറിഞ്ഞിട്ടാണ് ആ ബാറ്റ്സ്മാൻ ഔട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തത്തിൽ ചീട്ടുകൊട്ടാരം പോലെ അങ്ങ് വീഴും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് ടി വിയിലിരുന്ന് കളി കാണുന്ന എനിക്ക് പലപ്പോഴും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പ്രഷർ താങ്ങാൻ പറ്റില്ല. മറ്റേ ഇവർ കടന്നിട്ട് ബോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രഷർ അടിക്കും. കാരണം ഞാനൊരു ഉദാഹരണം പറയാം. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ക്രൗഡായിരിക്കണം. അതായത് ക്രൗഡ് വളരെ കുറച്ചും കൂടി ഇൻ്റലിജൻ്റ് ആയിട്ട് രീതിയിലൊക്കെ കാണുക, അങ്ങനെയുള്ള ക്രൗഡ്. അങ്ങനെ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല, വളരെ പ്രയാസമാണത്. ഞാൻ അങ്ങനെ കളി കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കളി കാണുന്ന ഈ ഗ്രൗണ്ടിൽ പോയി കളി കാണണമെന്ന് ആഗ്രഹിച്ച് ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. അന്നൊന്നും കളി വരുന്നില്ല. ആകെ വരുന്നത് വന്നാൽ തന്നെ ഞാനുള്ള സമയത്ത് ഇവിടെ പണ്ട് വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള കളി വന്നിട്ടുള്ളത് നമ്മുടെ കാര്യവട്ടമല്ല, നമ്മുടെ അല്ലല്ല കാർഷിക കോളേജിനോടാണ് കളി വന്നിരിക്കുന്നത്. വെള്ളായണി കാർഷിക കോളേജിനോടെയാണ് ഒരു 4 ദിവസത്തെ 4 ദിവസത്തെ മാച്ച് പോലെ വന്നിട്ടുള്ളത്. രവിശാസ്ത്രിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. അതൊക്കെ ആ സമയത്തൊന്നും ഞാൻ ഇവിടെ ഇല്ല. ഞാൻ മീൻസ് എനിക്കത് കാണാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നില്ല കൊച്ചിയിൽ സ്റ്റേഡിയത്തിൽ ഉള്ളതാണ്. അന്ന് സച്ചിൻ ടെണ്ടുൽക്കർ 5 വിക്കറ്റൊക്കെ എടുത്ത കളി, ബോളിങ്ങിൽ തകർത്ത കളി. പക്ഷെ ഞാൻ ആദ്യമായിട്ട് കളി കണ്ട് വളരെ രസകരമായ സ്ഥലത്താണ്. കാരണം എൻ്റെ അത് ഭയങ്കര രസമായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടുള്ള എൻ്റെ ഇംഗ്ലണ്ട് ട്രിപ്പ്, അവിടെ ഒരു ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ഓണ സമയത്ത് സെപ്റ്റംബറിൽ ഒരു ഫംഗ്ഷൻ ഇനോഗ്രേഷന് വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. ഞാൻ അവിടെ പോയി. അപ്പോൾ ഞങ്ങളെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ അടുത്ത കറങ്ങുക എന്നുള്ളതാണ്. ഇംഗ്ലണ്ടിൽ ആദ്യമായിട്ട് വന്നതാണ്. പ്രത്യേകിച്ച് ലണ്ടൻ പോലത്തെ ഒരു സിറ്റിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. അപ്പം എന്നോട് സംഘാടകരായ മലയാളി സുഹൃത്തുക്കൾ ചോദിച്ചു, മൂന്നിൽ എവിടെയും പോകണമെന്ന് പ്രത്യേക സ്ഥലങ്ങളുണ്ട്, ഇവിടെ പല സംഭവങ്ങളുണ്ട്, വളരെ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ആദ്യം ചെയ്യേണ്ട അതൊന്നുമല്ല, നാളെ ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള മാച്ച് നടക്കുന്നുണ്ട് ഓവലിൽ. അതൊന്ന് കാണാൻ പറ്റുമോ ചോദിച്ചു. ഒരു വല്ലാത്ത ആഗ്രഹമാണ്, എന്നാലും പറ്റുമെന്ന് ചോദിച്ചു. അല്ലാതെ ടിക്കറ്റ് സംഘടിപ്പിക്കാൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2004 എൻ്റെ ഫസ്റ്റ് ഞാൻ കളി നേരിട്ട് ലൈവായിട്ട് കാണുന്നത് ഓവലിലാണ്. അപ്പോൾ ഓവലിൻ്റെ സ്റ്റേഡിയത്തിനൊരു പ്രത്യേകത കൂടി ഉണ്ട്, അറിയാമല്ലോ. അതായത് സ്റ്റേഡിയത്തിന് തൊട്ടടുത്ത് വരെ, സ്റ്റേഡിയത്തിൽ ഗ്രൗണ്ടിന് തൊട്ടടുത്ത് വരെ പ്രേക്ഷകർ ഇരിക്കാൻ പറ്റും. കാരണം വളരെ അടുത്താണ്. ഈ ഓഡിയനും ഈ കളിക്കാരനും തമ്മിലുള്ള ദൂരം വളരെ കുറവാണ്. അന്നപ്പോൾ ലക്ഷ്മി ബാലാജിയൊക്കെ അവിടെ ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാലാജി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമിഴിലൊക്കെ സംസാരിക്കുന്നത് നമ്മളൊരാളാണ് എന്ന രീതിയിൽ. കാരണം ലക്ഷ്മി ബാലാജി അതിൽ പ്രധാന ബോളറായിരുന്നു. അപ്പം അന്ന് സൗരവ് ഗാംഗുലി നയിച്ച ടീമാണ് അന്ന്. പക്ഷേ ഇന്ത്യ ആ മാച്ചിൽ പരാജയപ്പെട്ടു. ഫ്ലിൻറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ അവർ ഓൾറൗണ്ടർ അടിച്ച് 93 സംതിങ് അടിച്ച് അവർ ജയിപ്പിച്ചു. അവർ 307 അടിച്ചു. 307 അടിച്ച് നമ്മൾ 237 ഓൾ ഔട്ടായി. അങ്ങനെ 70 റൺസിനാണ് തോറ്റു ആ മാച്ച്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഞാൻ ഇന്നും ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഇതാണ് ആ ഓവൽ എന്ന് പറഞ്ഞാൽ ആ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഞാൻ പോയി കളി കാണുന്നു. എനിക്ക് ലോർഡ്സിലും കൂടി കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ അതുകൊണ്ട് കളി കാണാൻ പോയി. അതായത് 50 ഓവർ മാച്ചാണ്, ഒരു ദിവസം പോകും. ആകെ ഇംഗ്ലണ്ടിൽ ലണ്ടനിൽ കുറച്ച് ദിവസമേ ഉള്ളൂ. എനിക്ക് അതിന് മുന്നേ നോർത്തിൽ വേറെ ഒരു സ്ഥലത്ത് അതിന് മുന്നൊരു കളി ഉണ്ടായിരുന്നു, അതും ഇന്ത്യ തോറ്റിരിക്കും. അപ്പോൾ 2 കളി തോറ്റോട് കൂടി ഇന്ത്യക്ക് അതിൽ ഇത് കിട്ടില്ല, അതായത് പരമ്പര വിജയിക്കാൻ പറ്റില്ല. പിന്നെയുള്ള ലാസ്റ്റ് ലോർഡ്സിലായിരുന്നു. പക്ഷെ ആ കളി ഇന്ത്യ ജയിച്ചു. അത് കാണാൻ പറ്റാത്തതിലൊരു വിഷമം എനിക്ക് അപ്പോഴും ഉണ്ട്. കാരണം ഇന്ത്യ ജയിക്കാത്തതിലുള്ളൊരു വിഷമം. കാരണം 2 കളി തോറ്റു. പക്ഷെ അന്ന് അവിടുത്തെ ഒരു ഓഡിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ കാര്യവട്ടത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലും ഞാൻ കളി കാണാൻ പോയിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ അതായത് നല്ല ബോളർ നന്നായിട്ട് നല്ലൊരു ഓവർ ചെയ്തു, അല്ലെങ്കിൽ നല്ല ബോൾ ചെയ്യുന്നു, ഒരു ബാറ്റ്സ്മാൻ നന്നായിട്ട് പ്ലേ ചെയ്യുന്നു, അത് എതിർ ടീമിലെ ആളാണോ നമ്മുടെ ടീമിലെ ആളാണോ എന്നുള്ള വിഷയമല്ല. അവർ അപ്പം അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യും, കൈയടിക്കും. ഭയങ്കര സ്പോർട്സ്മാൻ സ്പിരിറ്റാണ്. എൻ്റെ അടുത്തിരുന്ന് കണ്ടിരുന്ന 2 പേരും അവർ ഞങ്ങളെ ആൾക്കാരായിരുന്നില്ല, സാഹിബ്മാരായിരുന്നു, അപ്പുറമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഓരോ ഇതിൽ പറയുമ്പോഴും ഗുഡ് ഷോട്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ നമുക്ക്, അതായത് നമ്മൾ ഇന്ത്യൻ ആണെന്ന് അയാൾക്ക് അറിയാം. അപ്പോൾ
അവരത് അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സച്ചിൻ ടെണ്ടുൽക്കർ അടിക്കുമ്പോൾ എണീറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്യുന്ന ആ ഒരു, അതായത് അതാണ് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഏറ്റവും, അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ അത് ഭയങ്കരമായ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിക്കേണ്ട ഗെയിമാണ്. അവിടെ ഒരു ശത്രുതാ മനോഭാവം ഒന്നും ഇതിൽ വരാൻ പാടില്ല. അങ്ങനെയുള്ളൊരു ഗെയിമാണ്. അപ്പോൾ അത് ശരിക്കും നമുക്ക് ഇംഗ്ലണ്ടിൽ ആ കളി കണ്ടപ്പോഴാണ് അവരെ കൂട്ടിയിരുന്ന കളി, അതൊരു ഭയങ്കര രസമായിരുന്നു. അതൊരു നമുക്ക് അത് മാത്രമല്ല ഭയങ്കര സ്വാതന്ത്ര്യമാണ് നമുക്ക്. അവരിപ്പോൾ നമ്മൾ ആളെ വിളിച്ച് സംസാരിച്ചാൽ ഇവർ ചിരിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ അടുത്ത ആൾ വരട്ടെ. അപ്പോൾ നമുക്ക് അങ്ങനെ രീതിയിലൊരു നല്ലൊരു അന്തരീക്ഷം ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് ശരിക്കും എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഇനി ഈ എന്തെങ്കിലും ഒരു വേൾഡ് കപ്പ് അല്ലെങ്കിൽ ഒരു ഫുൾ ഗെയിം അവിടെ പുറത്തു പോയി കാണണം എന്നുള്ളൊരു ആഗ്രഹമാണ്. സാധിക്കുമെന്നറിയില്ല, നമ്മളെ ആഗ്രഹിക്കാമല്ലോ, ആഗ്രഹിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ.